Assalamualaikum, welcome back to our channel. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോണത് ഐസ്ക്രീമാണ്. ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് ആയിരിക്കും കിറ്റ്കാറ്റ്. അപ്പോൾ ആ ഒരു കിറ്റ്കാറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഐസ്ക്രീമിലേക്ക് ചേർക്കാനുള്ള മിൽക്ക് മെയ്ഡിൻ്റെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് കട്ടൊന്നുമില്ലാതെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യുമ്പോൾ അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സാക്കി എടുക്കാനായിട്ട് എളുപ്പമാവും. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ബീറ്റർ വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പകുതി ബീറ്റായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ക്രീമിന് നല്ലൊരു ചോക്ലേറ്റിൻ്റെ കളർ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതുപോലുള്ള 2 കിറ്റ്കാറ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതും കൂടി ഈ ക്രീമിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ദാ നമ്മളുടെ ഐസ്ക്രീമിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാൻ ഇതുപോലൊരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ പാത്രം ഉണ്ടാവുമല്ലോ, അതെടുത്താലും മതി. ഞാൻ ഈ പാത്രത്തിലേക്ക് ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ മിക്സ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ എങ്ങാനും വെച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡൊന്നും ഒരുപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമില്ല, നിങ്ങളെ കയ്യിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പുള്ള ഒരു കണ്ടെയ്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 8 മണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കാൻ വെച്ചിട്ടുള്ള ഐസ്ക്രീം എന്തായി നോക്കാം. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്കോ മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ബൗളിലാണ് സെർവ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് അതിലേക്ക് നമ്മളുടെ കൊക്കോ പൗഡറും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡൊക്കെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചോക്ലേറ്റ് സോസോ അല്ലെങ്കിൽ സിറപ്പോ ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഇതുപോലെ ഐസ്ക്രീം സെർവ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് രീതിയിലും ചെയ്യാട്ടോ. ഇനി ഐസ്ക്രീമിന് മുകളിലായിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ മിൽക്ക് മെയ്ഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് കിറ്റ്കാറ്റ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൊരു ഐസ്ക്രീമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.